ഷാരോൺ വധക്കേസിൽ സുപ്രധാനമായ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് പ്രേക്ഷകരോട്. ഷാരോൺ കേസിൽ ശിക്ഷാവിധി 20-ന് പ്രഖ്യാപിക്കും. അന്തിമവാദം പൂർത്തിയായിരിക്കുന്നു. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ശിക്ഷയെപ്പറ്റി വല്ലതും പറയാനുണ്ടോ എന്ന് ഗ്രീഷ്മയോട് കോടതി ചോദിച്ചു. പറയാനുള്ളതെല്ലാം ഗ്രീഷ്മ കോടതിക്ക് എഴുതി നൽകി. ബിരുദ സർട്ടിഫിക്കറ്റുകളടക്കം ഗ്രീഷ്മ കോടതിക്ക് കൈമാറി. ഷാരോൺ വധം മലയാളികൾക്ക് മുഴുവൻ നാണക്കേടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടെന്നും ഗ്രീഷ്മയുടെ സ്വകാര്യ ചിത്രങ്ങൾ വെച്ച് ഷാരോൺ ഭീഷണിപ്പെടുത്തിയെന്നും പ്രതിഭാഗം ആരോപിച്ചു. സാജിദ് അജ്മൽ വിശദ വിവരങ്ങൾ നൽകും. സാജിദ്, ഇന്ന് 18 20 എന്ന് പറയുമ്പോൾ മറ്റന്നാൾ ശിക്ഷാവിധി. ഇന്ന് അന്തിമവാദം എന്ന നിലയ്ക്ക് കോടതിയിൽ നടന്നത് എന്താണ്? എന്തൊക്കെ പറയാനുണ്ട് കോടതിക്ക് മുമ്പാകെ എന്ന് പറഞ്ഞപ്പോൾ എഴുതി കൊടുക്കുകയാണ് ഗ്രീഷ്മ ചെയ്തത്. ആ എഴുതി കൊടുത്തതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു? സാജിദ് അജ്മലിന്റെ വേഗത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഷാരോൺ വധക്കേസിൽ കോടതി ശിക്ഷ വിധിക്കുന്നത് മറ്റന്നാളാണ്. 20-ന് ശിക്ഷാവിധിയെന്ന് ഇന്നിപ്പോൾ കോടതി നിലപാടെടുത്തിരിക്കുന്നതിന് മുമ്പ് ഒരു അന്തിമവാദം കൂടി കോടതി കേട്ടിരിക്കുന്നു. പ്രോസിക്യൂഷനൊപ്പം പ്രതിഭാഗത്തിന്റെയും വാദം കേട്ടിരിക്കുന്നു. ശിക്ഷയെപ്പറ്റി വല്ലതും പറയാനുണ്ടോ എന്ന് ഗ്രീഷ്മയോട് അവസാനമായി കോടതി ചോദിക്കുന്നു. പറയാനുള്ളതെല്ലാം ഗ്രീഷ്മ കോടതിക്ക് എഴുതി നൽകുന്നു. ബിരുദ സർട്ടിഫിക്കറ്റ് അടക്കം ഗ്രീഷ്മ കോടതിക്ക് കൈമാറുന്നു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, മറ്റന്നാൾ വിധി ഉണ്ടാകും. ഇന്നിപ്പോൾ കോടതിയിൽ നടന്നത് എന്താണ്? എന്തെല്ലാം കാര്യങ്ങളാണ് അവസാനമായി ഗ്രീഷ്മ കോടതിക്ക് എഴുതി നൽകിയത്? ഈ ശിക്ഷയിൽ ഇളവ് വരുത്തുക എന്നുള്ളതിനായിരുന്നു ഗ്രീഷ്മയുടെ അഭിഭാഷകൻ ഊന്നൽ നൽകിയത്. കോടതിക്കകത്ത് ഉണ്ടായിരുന്ന സൈഫ് കൂടി എന്നോടൊപ്പം ഉണ്ട്. ഇന്ന് കോടതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത്? അതായത് ഈ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ പരമാവധി ശിക്ഷയിൽ ഇളവ് വരുത്തുക എന്നുള്ളതിനാണ് ഊന്നൽ നൽകിയതെന്ന് തോന്നുന്നില്ല. അതെ, പ്രതിഭാഗം അതിനുവേണ്ടിയാണ് സാജിദ് ശ്രമിച്ചത്. ഏതാണ്ട് 3/4 മണിക്കൂറോളമാണ് ഈ ശിക്ഷയിന്മേലുള്ള വാദം നടന്നത്. പ്രോസിക്യൂഷൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇത് റയറസ്റ്റ് ഓഫ് ദ റയർ കാറ്റഗറിയിൽ വരുന്ന കേസാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ചുകൊണ്ട് ഇതിന് വധശിക്ഷ നൽകണം എന്ന വാദം ഉയർത്തിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ തങ്ങളുടെ ശിക്ഷയിന്മേലുള്ള വാദം ആരംഭിച്ചത്. ഏതാണ്ട് 15 മിനിറ്റോളം നേരം പ്രോസിക്യൂഷന്റെ വാദം നീണ്ടുനിന്നു. ഇപ്പോൾ ഗ്രീഷ്മയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതിയിലേക്ക് ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. എന്തായാലും വിശദമായ ഒരു വാദം, ആ വാദം കോടതിക്കുള്ളിൽ നടന്നു. ഏതാണ്ട് 3/4 മണിക്കൂറോളം ആ വാദം നീണ്ടുനിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രോസിക്യൂഷൻ ഊന്നിയത് ഈ വധശിക്ഷ നൽകണം എന്നുള്ളതാണ്. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ ചിന്തയാണ് എന്ന വാചകം അത് ഒരു തവണയല്ല പ്രോസിക്യൂഷൻ പറഞ്ഞത്. തുടർച്ചയായി 6-7 തവണ ചെകുത്താന്റെ ചിന്ത എന്ന വാചകം ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് പ്രോസിക്യൂഷൻ തുടർച്ചയായി തന്നെ പറയുന്നുണ്ട്. ഗ്രീഷ്മ ഇത് യാദൃച്ഛികമായി നടപ്പാക്കിയ കൊലപാതകം അല്ല, ബോധപൂർവം ഉണ്ടാക്കിയെടുത്തതാണ്. ഷാരോൺ വധക്കേസിൽ അന്തിമവാദം പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ ഗ്രീഷ്മയെ പുറത്തേക്കിറക്കിയിരിക്കുന്നു, ജയിലിലേക്ക് മാറ്റുന്നു. ഇനി പബ്ലിക് പ്രോസിക്യൂട്ടർ സംസാരിക്കുകയാണ്. ഈ ശിക്ഷയെ കുറിച്ച് എന്തെങ്കിലും പ്രതിക്ക് പറയാനുണ്ടോ എന്നുള്ളത് അത് നിയമപരമായിട്ട് കോടതി ചോദിക്കേണ്ടതാണ്. അത് ചോദിച്ചു. അപ്പോൾ ഗ്രീഷ്മ കോടതിയോട് പറയാനുണ്ട് എന്നുള്ള ഒരു കാര്യം അടുത്ത് ചെന്ന് പറഞ്ഞു. അതായത് MA ലിറ്ററേച്ചർ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി എന്നും മുമ്പ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ല എന്നും അതുപോലെ തന്നെ പാരൻസിന് ഒറ്റ മകളാണെന്നും അതുകൊണ്ട് മറ്റ് ശിക്ഷ വളരെ കുറഞ്ഞ അതായത് ഈ നിയമം അനുശാസിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ തരണം എന്ന് മാത്രമാണ് ഗ്രീഷ്മ പറഞ്ഞത്. പിന്നെ അതിനുശേഷം പ്രോസിക്യൂഷന്റെ വാദം കേട്ടു. അതുപോലെ ഡിഫൻസിന്റെയും ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുക്കണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. ആരോപണം എന്ന് പറയുന്നത് ഇതിൽ ഷാരോണാണ് ഇക്കാര്യത്തിൽ ഒരു സാഹചര്യത്തിൽ അത് ഉണ്ടാക്കിയത്. അതായത് ആത്മഹത്യ ചെയ്യാനായിട്ട് ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഷാരോണാണെന്നാണ് പ്രതിഭാഗത്തിന്റെ ഒരു ആരോപണം. അതായത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആരോപണം ഇന്നത്തെ വാദത്തിൽ പറഞ്ഞിരുന്നു. കാരണം അതിൽ അവരൊരുമിച്ച് കഴിഞ്ഞ സമയങ്ങളിൽ ചില ഫോട്ടോഗ്രാഫുകൾ എടുത്തിരുന്നു എന്നും ആ ഫോട്ടോഗ്രാഫുകൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാരണത്തിൽ ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗമില്ല എന്നൊരു സാഹചര്യത്തിൽ അതിന് ശ്രമിച്ചു എന്നും പിന്നെ കൂടാതെ ഷാരോണിനെ ഒഴിവാക്കേണ്ടുന്ന ഒരു ജസ്റ്റിഫയബിൾ മർഡർ എന്നുള്ള രീതിയിലാണ് ബാക്കി പ്രതിഭാഗം ആരോപിച്ചത്. ബാക്കി നമുക്ക് ഈ ജസ്റ്റിഫയബിൾ മർഡർ എന്ന് പറയുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസും അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസും തമ്മിലൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു ആർഗ്യുമെന്റ് ആണ് ഇന്ന് ഡിഫൻസും അതുപോലെ പ്രോസിക്യൂഷനും അവിടെ നടത്തിയത്. അല്ല, ഈ കാര്യങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളായിരുന്നില്ല. ഓക്കെ.
സാർ ഇതിന് പരമാവധി ശിക്ഷ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഈ വാദം കഴിഞ്ഞു പോകുമ്പോൾ? വാദം കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു സന്ദേശം സമൂഹത്തിന് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു വിധി ഉണ്ടാകുമെന്നാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പ്രണയത്തെ ഇല്ലാതാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. അതെ അതെ, ഇത് അങ്ങനെ ഒരു മോശം സന്ദേശം കൊടുത്ത ഒരു കൊലപാതകം എന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ പ്രണയം എന്ന് പറയുന്നത് വളരെ പരിപാവനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ഈ ഷാരോൺ രാജിന് പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തി എന്നുള്ള നിസ്സംശയം കോടതിയിൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാവനമായിട്ടുള്ള ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ തന്നെ കൊല ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി പ്രോസിക്യൂഷൻ അവിടെ പറഞ്ഞു. അങ്ങനെ അതിലൂടെ ഈ ഷാരോൺ രാജിനെ മാത്രമല്ല ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ കൂടെ ഈ യുവാക്കളുടെ ഇടയിലും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിലും അതൊരു കൊല നടത്തി എന്നുള്ളൊരു ഒരു വാദം കൂടി പ്രോസിക്യൂഷൻ അവിടെ ഉന്നയിച്ചു. താങ്ക് യു.